എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഒരു സബ്ജക്റ്റ് ഞാൻ ഇന്ന് 1 മാസമായി മുന്നേ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാല്. ഞാൻ ഇന്നാണ് അതിന്റെ ശ്രദ്ധയിൽ ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അതിലെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് കഫേ എന്നൊരു പ്രോഗ്രാമില് മലയാളി ഹൗസ് ആൻഡ് ബിഗ് ബോ ഹൗസ് തമ്മിലുള്ള ഒരു ചർച്ചയായിരുന്നു. മലയാള ഹൗസിൽ നിന്ന് 4 പേര് 3 പേര് 3 പേരുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ദിയാസന മാത്രമേ ഉള്ളായിരുന്നു. കൂട്ടത്തിൽ രമ്യയും ഇന്റർവ്യൂവും ഉണ്ടായിരുന്നു. ഓക്കെ. അവര് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നി ഈ ഒരു സംഭവം ഇറങ്ങിയത് ബിഗ് ബോസിന്റെ ഇടയിൽ അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തൊരു സംഭവം ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു തോന്നുന്നത്. ഒരു പ്രോഗ്രാം ആയിരുന്നു തോന്നുന്നത്. അതിലിപ്പം എനിക്ക് ഏറ്റവും അടുത്തൊരു വിഷമമായിട്ടല്ല ഒരു ദേഷ്യമായിട്ട് തോന്നിയൊരു ആങ്കറും ഇന്റർവ്യൂ ചെയ്യുന്ന ആളുമായ രമ്യയെ കുറിച്ചിട്ടാണ്. കാരണം തമാശകളൊക്കെ ആവാം. ഓക്കെ. അനുമോളെ ഇഷ്ടമല്ലാത്തൊരു ഇഷ്ടം പോലെ കാണും. ഓക്കെ. അനുമോളെ അനീഷിനെ ഇഷ്ടമില്ലാത്തൊരു ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ രമ്യ അനുമോടൊക്കെ അവിടെ പോയിട്ട് കാല് പിടിച്ചു, എന്തോ പറഞ്ഞു, പൈസ കൊടുത്ത് എന്തുവായാലും ഒരു ഇന്റർവ്യൂ പോയി എടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് വേറൊരു പ്രോഗ്രാമിൽ വന്നിട്ട് അനുമോടെ കുടുംബത്തെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം രമ്യ പറയുന്നത് അപ്പം ദിയാസന പറയുന്നുണ്ട് ഇതുപോലെ അനുമോടെ അമ്മയുടെയൊക്കെ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ട് അതിൽ ആങ്ങളെ പോലാണ് കണ്ടത്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം അനീഷ് പ്രപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞ് ദിയാസന സംസാരിക്കുന്നുണ്ട്. ദിയാസന നമ്മുടെ ആദില നൂറയുടെ ഫ്രണ്ട്സൊക്കെ കാര്യങ്ങളായിരുന്നു അവരുടെ സൈഡൊക്കെ സംസാരിക്കത്തുള്ളൂ. പക്ഷേ അപ്പം രമ്യ എന്താണ് കാണുന്നത്? രമ്യ ഉടൻ തന്നെ പറയും, യെസ്, ഞാൻ തലേ ദിവസം പോയിട്ട് അവരുടെ അമ്മയോടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇന്റർവ്യൂവിൽ അവർ ആങ്ങളായിട്ടാണ് പറഞ്ഞത്. പിറ്റേ ദിവസം ഇത് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അനുമോടെ കുടുംബത്തെ കളിയാക്കുന്ന രീതിയിലൊരു ഒരു സംസാരമാണ് അവിടെ രമ്യ കാണിച്ചത്. പക്ഷെ എനിക്കതിൽ വളരെ ഓക്കെ, ഉള്ളിൽ എല്ലാവർക്കും ഒരു പേഴ്സണൽ ഇഷ്ടങ്ങളൊക്കെ കാണും. പക്ഷെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാള് ഒരിക്കലും ഒരാളെ പോയി ഇന്റർവ്യൂ ചെയ്തിട്ട് ആ ആളെ കുറ്റം പറഞ്ഞ് വേറൊരു ഇന്റർവ്യൂ പറഞ്ഞ് തീരെയായിട്ടുള്ള അവരുടെ ജോലിയെ തന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലല്ല കാണിക്കുന്നത്. ഒക്കെ പറയാനും സീരിയസ് ആയിട്ട് പറയാനും ഇങ്ങനെ സംഭവിച്ചിട്ട് കളിയാക്കുന്ന ഒരു രീതിയിൽ പറഞ്ഞത് വളരെ മോശമായി പോയെന്നാണ് പറയുന്നത്. അതായത് അവിടെ പോയിട്ട് അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് വന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത് വളരെ മോശമായിട്ടൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, ആ ഒരു കുടുംബത്തിൽ പോയിട്ട് ചെന്നിട്ട് അറിഞ്ഞുകൊണ്ട് അവരെ ചൊറിഞ്ഞ് മാന്തി എടുക്കാൻ പോകുന്നത്, അല്ലാതെ അവരോടുള്ള ഇഷ്ടം കൊണ്ട് പോയതല്ല. അപ്പോൾ അവരുടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി പോയി ഇന്റർവ്യൂ എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് അതും ഈ അനുമോളെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് അനുമോളെ പോലും അല്ല, അനുമോളെ കുടുംബത്തെ കുറ്റം പറയുന്നത് വെച്ചാൽ വളരെ മോശമായിട്ടൊരു സംഭവമാണ്. ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു കളിയായി പോയി എൻ്റെ രമ്യ കാണിച്ചത്. നിങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് ഇഷ്ടമായിരുന്നു രമ്യ. കാരണം പക്ഷെ ഞാൻ എന്തോ പഴയ പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതോടെ ആ മതിപ്പങ്ങ് തീർന്നു സത്യം. ഇതിപ്പോൾ അനുമോടെ കുടുംബത്തെ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല, എനിക്ക് ഇഷ്ടക്കുറവാണ്. കാരണം ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ആളൊരു ആ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തികളോട് ഒരു വിശ്വാസ്യത കാണും നമുക്ക് എപ്പോഴും. നമുക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സ് തുറക്കുമ്പോൾ നമ്മൾ കാര്യം പറയുമ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് ഒരു വിശ്വാസ്യത കാണും നമുക്ക്. ഇത് പോയിട്ട് നാട്ടുപുറത്തെ കാണുന്നത് ഇന്നത്തെ കുറ്റം കണ്ടുപിടിച്ചിട്ട് പോയിട്ട് അപ്പുറത്ത് പോയി പറയുന്ന ഒരു സ്വഭാവമല്ല. വല്ലാത്ത ഒരു ഡബിൾ സ്റ്റാൻഡ് കളി, ഒരു നിലപാടില്ലാത്ത ഒരു സംഭവം പറയാന്ന് വെച്ചാൽ വളരെ മോശം. അത് നോർമൽ പറയല്ലേ, കളിയാക്കി പറയാന്ന് വെച്ചാൽ അത് വളരെ മോശമായി പോയി. എന്തുവായാലും അനുമോള് ചെയ്തതുകൊണ്ട് സന്തോഷമായി. ഇതിനെയൊക്കെ വായടപ്പിച്ചല്ലോ അത് സംഭവം. അതിൽ എനിക്ക് ഇച്ചിരി മെച്ചമായിട്ട് തോന്നിയത് നമ്മുടെ തിങ്കൾ ബാലയെ കുറിച്ചിട്ടാണ്. കാരണം തിങ്കൾ ബാല പറയുന്ന പല കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആണ്. പറയുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. നല്ല പല കാര്യങ്ങളും പറഞ്ഞ് ദിയാസനായിട്ട് മുട്ടയടിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തിങ്കളിൻ്റെ ഒരു പോസിറ്റീവ് മൈൻഡ് കാരണം എന്താ വെച്ചാൽ തിങ്കൾ രണ്ട് സൈഡും ചിന്തിക്കും. രണ്ടാളുടെയും മൈൻഡ് ഒരു കാര്യം കേട്ടിട്ടും അത് തന്നെ ഇപ്പം തന്നെ അനീഷിൻ്റെ അനുമോടെയും കാര്യം പറയുന്നുണ്ട്. രണ്ടുപേരുടെയും കാര്യം സൈഡ് പറയുന്നു. അനീഷിന് ഇത്രയും നാളെ നിന്നതല്ലേ, അപ്പം അനീഷ് തോന്നും അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ അനുമോക്ക് കുറേ നാൾ നിന്നപ്പം
ഇഷ്ടം തോന്നാം എന്ന് പറഞ്ഞു. രണ്ടുപേരുടെ സൈഡ് പറയുന്നുണ്ട്. അതുപോലെ ആദില നൂറയുടെ കാര്യം രണ്ടുപേരുടെ സൈഡ് പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ സൈഡും പറയുന്നുണ്ട്. അവരുടെ സൈഡ് നൂറിൻ്റെ സൈഡും പറഞ്ഞു. ഒക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടാണ് കേട്ടോ. ഞാനും അങ്ങനെയാണ്. രണ്ട് വ്യക്തിയുടെ അപ്പുറം ഇപ്പുറം ചിന്തിച്ചിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. തിങ്കൾ ബാലയാണ് എനിക്ക് അതിലേക്ക് ബെറ്ററായിട്ട് എനിക്ക് തോന്നി. ഇതിനൊന്നും കാണാതിരിക്കുന്ന ഭേദം. എന്നാലും തിങ്കൾ ബാല എനിക്ക് തോന്നുന്നു നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. കാരണം പറയുന്നുണ്ട് എല്ലാ കാര്യം, കളിയൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ രണ്ട് വ്യക്തികളുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ദിയാസന പറഞ്ഞിട്ട് ഒരാളുടെ സൈഡ് മാത്രം സംസാരിക്കുകയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ ഒരാളുടെ സൈഡ് മാത്രമല്ല സംസാരിക്കുന്നത്. രണ്ടുപേരുടെ സൈഡിൽ നിന്നിട്ടാണ് തിങ്കൾ സംസാരിച്ചിട്ടും എനിക്ക് സന്തോഷമുണ്ട്. തിങ്കൾ ബിഗ് ബോസ് വരണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടർ, പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് നിങ്ങൾ ബോത്ത് സൈഡ്, രണ്ട് സൈഡും ചിന്തിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് എനിക്ക് പറയണം, എനിക്ക് തരത്തിൽ ആരെങ്കിലും ഇൻ്റർവ്യൂ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് രമ്യ കാണിച്ച് വളരെ എന്താ പറയുക, എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്തായാലും അനുമോള് ജയിച്ചല്ലോ. ഇവരെല്ലാം വായടപ്പിച്ചൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അനുമോള് ജയിച്ചപ്പോൾ ഒന്നുകൂടെ തുറന്നു ഇല്ലേ? അനുമോളെ ജയിച്ച് കപ്പ് മേടിച്ചപ്പം എല്ലാവരും അടഞ്ഞു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കപ്പ് മേടിച്ചപ്പോഴാണ് ഒന്നുകൂടെ തുറന്നത്. കുഞ്ഞ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് മാത്രം. എന്തായാലും ഇത്രയുള്ളതെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ, നിങ്ങളെല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.